നമസ്കാരം. നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു സർവീസ് മാൻ വന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു വീട്ടിൽ LPG ഗ്യാസ് ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിലെ റെഗുലേറ്റർ ഉൾപ്പെടെ നമ്മുടെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് എത്ര പേർക്കറിയാം? അതുപോലെ തന്നെ അതിൻ്റെ വയറും അനുബന്ധ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉള്ള വിവരം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? പക്ഷേ ഗ്യാസിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ 230 രൂപയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ അദ്ദേഹം വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ പുറകെ നിന്ന് റെക്കോർഡ് ചെയ്ത നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ ആണോ? ഇന്ത്യൻ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ചിറ്റൂർ ഏജൻസിക്കും ഇതിലേക്കും വേണ്ടി. എവിടെയാ സ്ഥലം? എവിടെയാ നിങ്ങളുടെ സ്ഥലം? എവിടെയാ? നമ്മുടെ സ്ഥലം എവിടെയാ? ഉഴമലക്കൽ. ഏജൻസി എന്നുള്ള നോട്ടീസ് സംശയം ഉണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിച്ചു നോക്കാം. അത് നിങ്ങൾ ഇതിൻ്റെ ഇൻസ്പെക്ടറാണോ? ചിറ്റൂർ തെന്നൂർ. ഞാൻ ഇന്ത്യൻ തന്നെ. ഞങ്ങൾ ഇവിടെയല്ല, വിതിരയാ. വിതിരയും. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് അലി. അലി. ഇപ്പം എന്താ അത് ഇൻസ്പെക്ഷൻ? എന്താ അത്? 3 വർഷം കൂടുമ്പോഴുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അത് നമ്മൾ റെഗുലേറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടോ, അടുപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കും. അടുപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കി പറയും. ട്യൂബ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി എടുത്ത് എഴുതും തന്നെ. ഓ, അതിൽ ട്യൂബ് എങ്ങനെ? അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി തരുമോ? ട്യൂബ് നമ്മൾ തന്നെ മാറ്റി തരും. 250 രൂപേൻ്റെ ചാർജാണ്. 236 ഇൻഷുറൻസ് ഇല്ല, ഫീസാണ്. അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമ്മൾ നിങ്ങൾക്ക് അടയ്ക്കണോ? എല്ലാ മുമ്പ് ഒരുമിച്ച് എല്ലാ കസ്റ്റമേഴ്സിനും മൊബൈലിൽ മെസ്സേജ് വിട്ടിട്ടുണ്ടോ? ഹലോ, നമുക്ക് വന്നില്ലല്ലോ. വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചവരുണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്. നിങ്ങളെ ഇതിൽ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ സർവീസ് വേണ്ട. അതിൻ്റെ അടിയിൽ ലൈറ്റ് കിടക്കും. ട്യൂബ് പുതിയ പതുക്കെ മാവ് ദോശ ഇടുമ്പോൾ അത് വീണാൽ പെട്ടെന്ന് ഇവിടെ കേടാവും. ഇത് ഊരി മാറ്റിയിട്ട് പുതിയൊരു റിങ് വാങ്ങിച്ചിടാം. ഇത് ഇല്ലാതായ അകത്ത പെട്ടെന്ന് തുരുമ്പ്. അത് സാധാരണ 2 വർഷമെങ്കിലും കിടക്കാനുള്ളതാണ്. ശരി, അതൊരു 6 മാസത്തിനകത്ത് ഇല്ലാതായി. ശരി. നിങ്ങൾ ഇതൊരു അവയർനെസ് കൂടെ ആവട്ടെ. അപ്പോൾ എടുക്കാം. കേട്ടോ. മൊബൈലിൻ്റെ ഇവിടെ വെടിച്ചിൽ വന്നാൽ നമുക്ക് ഒടിഞ്ഞു പോയാൽ അങ്ങനെ ഒടിഞ്ഞു പോയത് നമ്മൾ ഒരിക്കൽ മാറ്റിയിട്ടുണ്ട്. ഇത് അറിയാൻ പറ്റില്ല. ഒടിഞ്ഞു പോയത് നമ്മളത് മാറ്റി. ഒടിവന്ന് നമ്മൾ മാറ്റി. ഇത് പറയുന്നതാണ്. അത് തുടങ്ങി ഒടിയുമ്പോൾ ഞാനത് മാറാറുണ്ട്. ഞാൻ മുമ്പ് ഒരെണ്ണം മാറി കേട്ടോ. അല്ല, അത് കംപ്ലൈന്റ് വരുമ്പോൾ സാധാരണ ഞാൻ മാറാറുണ്ട്. ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വയം ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ അല്ലേ ഈ റെഗുലേറ്റർ ഇടയ്ക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ഗ്യാസ് വെളിയിൽ പോകുമായിരുന്നു. റെഗുലേറ്റർ ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ ഞാൻ മാറിയതാ. കൂടെ മാറും. റെഗുലേറ്റർ മാറണ്ട. അവിടെ കൊണ്ട് കൊടുത്താൽ ഇൻഷുറൻസിൽ പെടുന്നതാണ്. 3 വർഷത്തിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഈ ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലെ അല്ലാതെ അവർ വിളിച്ച് വന്ന് കഴിഞ്ഞാൽ വരുന്നതിൻ്റെ ഒരു പെട്രോൾ ചാർജും അവർ വന്നിടുന്നതിന്റെ സർവീസ് ചാർജും കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ വിലക്ക് വാങ്ങിയതാ കേട്ടോ. റിപ്പീറ്റ് ചെയ്ത 250 ഡെപ്പോസിറ്റിന് ഫ്രീ. റിപ്പീറ്റ് ചെയ്താ അല്ല, നമ്മളല്ലെങ്കിൽ നമ്മൾ പിന്നെ ഏജൻസിയെ സമീപിക്കാൻ നിൽക്കാറില്ല അധികം ബുദ്ധിമുട്ട്. കാരണം ഇവിടുന്ന് വിതിര വരണ്ടേ. വിതിര വരുന്ന കാശ് വേണ്ടല്ലോ. എനിക്ക് എമർജൻസി ആണെങ്കിലേ ഏജൻസിയിൽ എപ്പോഴും ഒരു മെക്കാനിക്കാണ് ഉണ്ടോ? അവർ വിളിച്ച് കൊണ്ടുവന്ന് കിട്ടിയത്. ഇതൊക്കെ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഇതൊന്നും ആർക്കും അറിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കത്തിച്ചാണ്. ഇന്നിപ്പോ ഗ്യാസ് കൊണ്ടൊന്ന് കണക്ട് ചെയ്തോളൂ. എടുത്തു നോക്കളെ. ഇപ്പൊ വച്ചുള്ള അവിടുന്ന് ഗ്യാസ് ഡ്രൈവർ കേട്ടാ.
ഇതേ ഉം. ഇവിടെ യഥാർത്ഥത്തില് അടുപ്പ്, ഫ്രിഡ്ജ്, ഗ്യാസ് മൂന്നും ഒരുമിച്ച് വെക്കാനുള്ള ഇതല്ല. ഉം. ഗ്യാസ് അടുക്കളയിലല്ലാതെ കിടപ്പുമുറിയിൽ ഗ്യാസ് വെക്കാൻ പറ്റും പറ. നമ്മള് വിറകടുപ്പ് പുറത്താക്കണം. അയ്യോ അങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് ഇത് അത് ഓണാക്കിയത് തന്നെ. ഇപ്പോഴാ ഓണാക്കിയത്. അപ്പൊ അതില് ഗ്യാസ് നിറയാനുള്ള ടൈം എടുക്കും. കത്തിച്ചു. അതിന്റെ ബർണർ കംപ്ലൈന്റ് ആണ് കേട്ടോ. അതാണ് അകത്തൂടെ കത്തുന്നത്. പുതിയ ബർണർ അതിന്റെ അളവ് കൊണ്ടുപോയി കടയിൽ കൊടുത്ത് സെയിം തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് മാറിയടാ, ഇപ്പൊ മാറിയതേ ഉള്ളൂ. അപ്പൊ അളവ് കറക്റ്റ് അളവ് കറക്റ്റ് അല്ലേ? അത് പൊളഞ്ഞത് കൊണ്ടാണ് അതിന്റെ അടി കൂടി എയർ പിടിക്കുന്നതാണ് കത്തുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അങ്ങനെ തന്നെ. ഇനി പുതിയത് വാങ്ങിക്കുമ്പോഴും ഇതിന്റെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ സൈഡിൽ കൂടി പോകും. കറക്റ്റ് അളവിനുള്ളത് വെച്ചാല് അല്ലേ ഭാഷ കഴിക്കാം. നേരത്തെ പറഞ്ഞ ഫോൺ നമ്പർ പറയൂ. രണ്ടിന് കൊടുക്കണം. ഇപ്പം കിട്ടില്ല. ഈ ക്രൈസിസ് ഒക്കെ കഴിഞ്ഞിരിക്കും. പുതിയ കണക്ഷനൊക്കെ കുറേ പേര് 2 വർഷം വരെ അത് ഇതേപോലെ നല്ലപോലെ യൂസ് ചെയ്യണമെങ്കിൽ കിടക്കും. അപ്പോൾ ഇന്ന് ട്യൂബ് മാറിയില്ലല്ലോ. ട്യൂബ് മാറാൻ പറഞ്ഞ പോലെ വിചാരിച്ച് മാറിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.